വേനൽ ചൂടിൽ ജില്ലയുടെ നട്ടെല്ലൊടിച്ച് കാർഷിക വിളകൾ ഉണങ്ങി നശിക്കുന്നു. കടുത്ത ചൂടിൽ ജലസ്രോതസ്സുകൾ ഉൾപ്പെടെ വറ്റിവരണ്ട് തുടങ്ങിയതിന് പുറമെയാണ് കൃഷികൾ ഉണങ്ങി നശിക്കുന്നത്. 2024 കൃഷികളെല്ലാം കരിഞ്ഞുണങ്ങിയെങ്കിലും പിന്നീട് പുതുകൃഷിയിറക്കി പരിപാലിച്ചു വന്ന കൃഷികളാണ് പുലർച്ചെയുണ്ടാകുന്ന തണുപ്പും തുടർന്ന് അനുഭവപ്പെടുന്ന കൊടും ചൂടും മൂലം കരിഞ്ഞുണങ്ങുന്നത്. കൊടും ശൈത്യവും കൊടും ചൂടും കാരണം കർഷകരുടെ കാർഷിക വിളകൾ കരിഞ്ഞുണങ്ങി നശിച്ചു തുടങ്ങി. ഏലം, കാപ്പി, കുരുമുളക്, വാഴ അടക്കമുള്ള കൃഷികളാണ് ഉണക്കം ബാധിച്ച് കരിഞ്ഞു നശിക്കുന്നത്. സാധാരണ വേനലിനെ പ്രതിരോധിക്കുന്ന പൂവൻ വാഴകൾക്കും ഇത്തവണത്തെ ചൂടിൽ പിടിച്ചു നിൽക്കാനാകുന്നില്ല. കാലാവസ്ഥ വ്യതിയാനം കാരണം കർഷകരെ വലിയ ദുരിതത്തിലാണ് ആക്കിയിരിക്കുന്നത്. പുഴയിൽ വെള്ളം കെട്ടി നിൽക്കുന്ന ഭാഗത്തെ കർഷകർക്ക് മാത്രമാണ് അല്പം ആശ്വാസമുള്ളത്. ഒരു വേനൽ മഴ ലഭിച്ചുവെങ്കിലും പിന്നീടുണ്ടായ കൊടും വേനൽ കാരണം മഴ പ്രയോജനപ്പെട്ടില്ല. തുടർച്ചയായി വേനൽ മഴ ലഭിച്ചില്ലെങ്കിൽ ജില്ലയിലെ കർഷകരുടെ ജീവിതങ്ങളും കരിഞ്ഞുടങ്ങും. വേനൽ മഴ കിട്ടാത്ത കാരണം കാർഷിക മേഖല തകർന്ന് തരിപ്പണമായിരിക്കുകയാണ്. ഏലം, കാപ്പി എന്നിവ നിത്യ സാധനങ്ങളെല്ലാം കരിഞ്ഞ് തരിപ്പണമായിരിക്കുകയാണ്. നനയ്ക്കുവാനുള്ള സൗകര്യമില്ല. കർഷകരെ ആകെപ്പാടെ വട്ടകയാണ്. അടുത്ത വർഷത്തേക്ക് കാർഷിക മേഖല തകർന്നിരിക്കുകയാണ്. ജില്ലയിലെ മിക്ക കൃഷിയിടങ്ങളിലും വേനലിന്റെ പിടിയിൽ അമർന്നു കഴിഞ്ഞു. ഏറ്റവും കൂടുതൽ പ്രതിസന്ധി ഉണ്ടായിരിക്കുന്നത് ചെറുകിട ഏല കർഷകർക്കാണ്. കൂടുതൽ പേരും വൻ തുക നൽകി പാട്ടത്തിനടുത്ത് കൃഷി നടത്തുന്നവരാണ്. വലിയ കൂലിയും ഉയർന്ന കീടനാശിനി ചെലവും കർഷകരെ തളർത്തിയതിന് പിന്നാലെയാണ് കാലാവസ്ഥയും വില്ലനായത്. കുരുമുളക് ചെടികളും കൂട്ടത്തോടെ കരിഞ്ഞുണങ്ങിക്കൊണ്ടിരിക്കുകയാണ്. കാലാവസ്ഥ വ്യതിയാനം കാരണം ജില്ലയിൽ പച്ചക്കറി കൃഷി പൂർണ്ണമായും ഇല്ലാതെയായി. പുഴകളും നദികളും വറ്റി വരണ്ടു. കുടിവെള്ളക്ഷാമവും നേരിടുകയാണ്. അതിനാൽ കൃഷിദേഹണ്ഡങ്ങൾ നനയ്ക്കാനും നിവൃത്തിയില്ലാത്ത അവസ്ഥയിലാണ് ഓരോ കർഷകരും. വേനൽ മഴയ്ക്കായി കർഷകരെല്ലാം പ്രാർത്ഥനയോടെ കാത്തിരിക്കുകയാണ്. ഇടുക്കി വിഷൻ ന്യൂസ്, ഉപ്പുതറ.